ജീവിതത്തിൽ വിജയം നേടാനായിട്ട് നമ്മൾ ആർജിച്ച് പിന്തുടരേണ്ടുന്ന കുറച്ച് നിലപാടുകളുണ്ട്. മന്ത്രം പോലെ ഉരുവിട്ട് മനസ്സിൽ ഉറപ്പിക്കേണ്ടുന്ന നിലപാടുകളാണ് അവയിൽ ഓരോന്നും. മഹാഭാരതത്തിലെ യുധിഷ്ഠിരനും യക്ഷനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആ ഒരു കഥയാകട്ടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. വനവാസകാലത്ത് പാണ്ഡവർ കാമ്യക വനത്തിൽ കഴിയവേ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അവരെ സമീപിച്ചിട്ട് സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതായിരുന്നു: മഹാരാജാവേ, യജ്ഞത്തിന് തീ ഉണ്ടാക്കാനായിട്ട് ഞാൻ സൂക്ഷിച്ചിരുന്ന അരണിക്കോൾ ഒരു കലമാൻ കൊമ്പിൽ കുത്തി ഓടിക്കളഞ്ഞു. കുറേ ദൂരം അതിനെ പിന്തുടർന്നെങ്കിലും എനിക്ക് അത് വീണ്ടെടുക്കാനായില്ല. അരണിക്കോലില്ലെങ്കിൽ യാഗം നടത്താനും ആവില്ല. എങ്ങനെയെങ്കിലും ആ മാനിനെ കണ്ടെത്തി എൻ്റെ അരണിക്കോൽ വീണ്ടെടുത്ത് തരണമെന്ന് ആ ബ്രാഹ്മണൻ അഭ്യർത്ഥിച്ചു. ബ്രാഹ്മണന്റെ ഈ ആവശ്യം കേട്ടതിനെ തുടർന്ന് പാണ്ഡവർ മാനിനെ തിരച്ചിലിനായിട്ട് ഇറങ്ങി. കാട്ടിലെല്ലായിടത്തും അവർ തിരഞ്ഞുവെങ്കിലും അതിനെ കണ്ടെത്താനായില്ല. അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ നന്നേ ക്ഷീണിതരായി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയെ യുധിഷ്ഠിരൻ നകുലനോട് പറഞ്ഞു: നകുല, നീ ആ വൃക്ഷത്തിന് മുകളിൽ കയറി ഒന്ന് നോക്കൂ. വെള്ളമോ കുളക്കരയിൽ വളരുന്ന വൃക്ഷങ്ങളോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം നകുലൻ മരത്തിന് മുകളിൽ കയറി നാലുപാടും നോക്കി. അപ്പോൾ അധികം ദൂരെയല്ലാതെ കുളക്കരയിലൊക്കെ വളരുന്ന വൃക്ഷങ്ങളും ഒപ്പം കൊക്കുകളുടെ ശബ്ദവും കേൾക്കാനിട വന്നു. നകുലൻ താഴെ ഇറങ്ങി ആ ദിക്ക് ലക്ഷ്യമാക്കി ആവനാഴികളുമായി വെള്ളമെടുക്കാനായിട്ട് നടന്നു. അങ്ങനെ നടന്ന് കുളക്കരയിലെത്തിയ നകുലൻ തൻ്റെ ദാഹം തീർക്കാനായിട്ട് വെള്ളം കോരി കുടിക്കാൻ ഒരുങ്ങവേ ഒരു അശരീരി കേട്ടു: അരുത്, അത് എൻ്റെ കുളമാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം പറയുക, എന്നിട്ടേ അതിലെ വെള്ളം കുടിക്കാവൂ. നകുലൻ ആ വിലക്ക് വകവയ്ക്കാതെ വെള്ളം കോരി കുടിച്ചതും തൽക്ഷണം ചേതനയേറ്റു വീണു. ഇതിനിടെ ഏറെ നേരം കഴിഞ്ഞും നകുലനെ കാണാഞ്ഞ് യുധിഷ്ഠിരൻ സഹദേവനോട് ജ്യേഷ്ഠനെ തിരക്കി ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ നകുലനെ തിരക്കി ഇറങ്ങിയ സഹദേവൻ കുളക്കരയിലെത്തി. കുളക്കരയിൽ നകുലൻ ബോധമറ്റ് ചേതനയേറ്റ് കിടക്കുന്നത് കണ്ട് ആകെ പരിഭ്രാന്തനായി സഹദേവൻ. അയ്യോ, നകുലൻ എന്തു പറ്റി? ദാഹിച്ച് വലഞ്ഞ് മരിച്ചതാകുമോ? അല്പം വെള്ളം കുടിച്ചില്ലെങ്കിൽ എൻ്റെയും ഗതി ഇത് തന്നെ ആകുമോ എന്ന് ശങ്കിച്ചിട്ട് വളരെ തിടുക്കത്തിൽ വെള്ളം കോരി കുടിക്കാൻ സഹദേവൻ ഒരുമ്പിടവേ അദ്ദേഹത്തിൻ്റെ കാതിലും ഈ അശരീരി മുഴങ്ങി കേട്ടു: അരുത്, വെള്ളം കുടിക്കരുത്. എൻ്റെ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയൂ, അതിനുശേഷം ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോളൂ. സഹദേവനും ആ ഒരു അശരീരി, ആ ഒരു താക്കീതിനെ വകവയ്ക്കാതെ വെള്ളം കുടിച്ചു. ഉടൻ തന്നെ സഹദേവൻ്റെയും അവസ്ഥ നകുലന് സമാനമായിട്ട് തീർന്നു. തുടർന്ന് അനുജന്മാരെ തേടിയിറങ്ങിയ അർജുനനും ഭീമനും എല്ലാം ഈ ദുർവിധി തന്നെ നേരിടേണ്ടി വന്നു. ഒടുവിൽ യുധിഷ്ഠിരൻ തന്നെ അനുജന്മാരെ തേടിയിറങ്ങി. പലവിധ ചിന്തകളുമായിട്ടാണ് നടപ്പ്. എന്തേ ഇവർ ഇത്രയും വൈകുന്നു? വെള്ളം കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടായിരിക്കുമോ? അതോ ഏതെങ്കിലും വന്യമൃഗങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുമോ? ഇങ്ങനെ ചിന്തിച്ച് ഒടുവിൽ കുളക്കരയിലെത്തിയ യുധിഷ്ഠിരൻ കണ്ട കാഴ്ച അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. ഈശ്വര, എൻ്റെ അനുജന്മാർ ഇങ്ങനെ കിടക്കുന്നത് കാണാനുള്ള ദുർവിധി എനിക്കുണ്ടായല്ലോ. വീര്യശൗര്യങ്ങൾ കാട്ടാനാകാതെ വീരന്മാരായ എൻ്റെ അനുജന്മാർ അവരെങ്ങനെയാണ് മരിച്ചു വീഴാൻ ഇടവന്നത്? നീചനായ ദുര്യോധനന്റെ ചതിപ്രയോഗമാകുമോ? അതോ കുബുദ്ധിയായ ശകുനി എന്തെങ്കിലും പ്രവർത്തിച്ചിരിക്കുമോ? ഇങ്ങനെ പല വിധത്തിലുള്ള ചിന്തകളാൽ യുധിഷ്ഠിരൻ കുഴങ്ങി. അവരുടെ ശരീരത്തിന് നിറവ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലാത്തതിനാൽ കുളത്തിൽ വിഷം കലർന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അല്പം വെള്ളം കുടിച്ചിട്ട് ശാന്തമായിട്ടൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, ആരാണിത് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ളൊരു ഉത്തരം കിട്ടിയേക്കും എന്നുള്ള ചിന്തയിൽ വെള്ളം കുടിക്കാൻ ഒരുങ്ങവേ യുധിഷ്ഠിരന്റെ കാതിലും അശരീരി മുഴങ്ങി: ഈ കുളത്തിന്റെ ഉടമസ്ഥനാണ് ഞാൻ. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അതിൽ നിന്നും വെള്ളം കുടിച്ചാൽ നിന്റെയും ഗതി ഇത് തന്നെയാവും. ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി യുധിഷ്ഠിരൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു: അങ്ങ് ആരാണ്? വസുവോ രുദ്രനോ മരുത്തോ? ഒരു സാധാരണക്കാരന് ഒരിക്കലും എൻ്റെ സഹോദരന്മാരെ കൊല്ലാനാകില്ല. അങ്ങ് ആരാണെന്ന് പറയും. അതിന് മറുപടിയായിട്ട് കേട്ടത് ഇങ്ങനെയാണ്: ഞാനൊരു യക്ഷനാണ്. എൻ്റെ ശക്തി കൊണ്ടാണ് അവർ മരിച്ചത്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ നിനക്ക് രക്ഷപ്പെടാം. അതിനെ തുടർന്ന് യക്ഷൻ യുധിഷ്ഠിരന് മുന്നിൽ പ്രത്യക്ഷനായി. യുധിഷ്ഠിരൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു: ഹേ യക്ഷ, അങ്ങയുടെ സ്വത്തുകളോ യാതൊന്നും തന്നെ എനിക്ക് ആവശ്യമില്ല. അങ്ങ് ചോദ്യങ്ങൾ ചോദിച്ചു, എൻ്റെ ബുദ്ധിക്ക് ഒത്തവിധം ഞാൻ ഉത്തരം നൽകാം. തുടർന്ന് യക്ഷൻ തൻ്റെ ചോദ്യങ്ങൾ ആരംഭിച്ചു. ഈ ചോദ്യങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന മാത്രയിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ലളിതമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല യഥാർത്ഥ ഉത്തരങ്ങൾ. ഇതിൽ ഓരോന്നിലും, ഈ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും ഓരോന്നിലും
നമ്മളുടെ ജീവിത വിജയ മന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് കണ്ടിട്ട്, ഏറ്റവും അവസാനം വരെ കണ്ടിട്ട്, നിങ്ങൾ ഏറ്റവും സ്വാധീനിച്ച ചോദ്യം ഏതാണെന്നും ഉത്തരം ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. തുടർന്ന് യക്ഷൻ തൻ്റെ ആദ്യ ചോദ്യം യുധിഷ്ഠിരനോട് ഉന്നയിച്ചു. ഭൂമിയേക്കാൾ ഭാരമുള്ളതെന്ത്? ആകാശത്തേക്കാൾ ഉയർന്നതെന്ത്? കാറ്റിനേക്കാൾ വേഗമുള്ളതെന്ത്? ഉണക്കപ്പുല്ലിനേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ളതെന്ത്? ഈ ചോദ്യങ്ങൾക്ക് യുധിഷ്ഠിരൻ വളരെ കൃത്യമായിട്ട് തന്നെ ഉള്ള ഉത്തരം യക്ഷന് മുൻപിൽ നൽകി. ഭൂമിയേക്കാൾ ഭാരമുള്ളത് അമ്മയ്ക്കാണെന്നും ആകാശത്തേക്കാൾ ഉയരമുള്ളത് അച്ഛനാണെന്നും കാറ്റിനേക്കാൾ വേഗമേറിയത് മനസ്സിനാണെന്നും ഉണക്കപ്പുല്ലിനേക്കാൾ എണ്ണം കൂടുതലുള്ളത് നമ്മുടെ ചിന്തകൾക്കാണെന്നും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് യുധിഷ്ഠിരൻ യക്ഷന് നൽകിയത്. യുധിഷ്ഠിരൻ്റെ മറുപടിയിൽ സന്തുഷ്ടനായിട്ടുള്ള യക്ഷൻ അടുത്ത ചോദ്യങ്ങൾ ഉയർത്തി. സഞ്ചാരിയുടെ മിത്രമാരാണ്? മരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മിത്രമാരാണ്? രോഗിയുടെ മിത്രമാരാണ്? ഈ 3 ചോദ്യങ്ങൾക്കും യുധിഷ്ഠിരൻ കൊടുത്ത ഉത്തരം ഇതാണ്. സഞ്ചാരിയുടെ മിത്രം സഹയാത്രികനും, മരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മിത്രം ഭൂതദയും, രോഗിയുടെ മിത്രം വൈദ്യനുമാണ് എന്നുള്ള ഈ 3 ഉത്തരങ്ങളും കൃത്യമായി കേട്ടതോടെ യക്ഷന് ഒന്നുകൂടി സന്തോഷം തോന്നി. യുധിഷ്ഠിരൻ്റെ മറുപടിയിൽ തൃപ്തനായ യക്ഷൻ തുടർന്ന് ചോദിച്ചു. എന്തുപേക്ഷിച്ചാൽ ഇഷ്ടനായി തീരും? എന്തുപേക്ഷിച്ചാൽ ദുഃഖിക്കില്ല? എന്തുപേക്ഷിച്ചാൽ ധനവാനായി തീരും? എന്തുപേക്ഷിച്ചാൽ സുഖം കിട്ടും? ഈ 4 ചോദ്യങ്ങൾക്കും യുധിഷ്ഠിരൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. അഹങ്കാരം ഉപേക്ഷിച്ചാൽ ഇഷ്ടനായി തീരുമെന്നും, കോപം ഉപേക്ഷിച്ചാൽ ദുഃഖം ഉണ്ടാവില്ല എന്നും, ആഗ്രഹം ഉപേക്ഷിച്ചാൽ ധനവാനാകുമെന്നും, അത്യാഗ്രഹം ഒഴിവാക്കിയാൽ സുഖം ലഭിക്കുമെന്നുള്ള കൃത്യമായ ഉത്തരങ്ങൾ യുധിഷ്ഠിരൻ നൽകി. ഇതിൽ സന്തുഷ്ടനായ യക്ഷൻ അടുത്ത ചോദ്യങ്ങളുമായി തുടർന്നു. ജയിക്കാനാവാത്ത ശത്രു ആരാണ്? അന്തമില്ലാത്ത രോഗമേതാണ്? നല്ലവനാര് ചീത്തയാര്? ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അജയ്യനായ ശത്രു കോപമാണെന്നും, നാശമില്ലാത്ത രോഗം ലോഭമാണെന്നും, എല്ലാവർക്കും ഹിതം ചെയ്യുന്നവനാണ് നല്ലവനെന്നും, ഇതിന് വിപരീതം പ്രവർത്തിക്കുന്നവൻ ദയ ഒട്ടുമില്ലാത്തവനെന്നുള്ള വളരെ ഉചിതവും കൃത്യവുമായിട്ടുള്ള മറുപടികൾ യുധിഷ്ഠിരൻ നൽകി. ഇതിൽ യക്ഷൻ വളരെയേറെ സന്തുഷ്ടനായിക്കൊണ്ട് അടുത്ത ചോദ്യങ്ങളും ചോദിക്കുകയാണ്. ആരാണ് യഥാർത്ഥ സന്തുഷ്ടൻ? ലോകത്തിലേക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള യുധിഷ്ഠിരൻ്റെ മറുപടി ഇതായിരുന്നു. ഒട്ടും തന്നെ ഒരു തരത്തിലും കടമില്ലാത്തവനാണ് യഥാർത്ഥ സന്തുഷ്ടൻ. ചുറ്റിലും നിത്യേന എന്നോണം നിരവധി ആളുകൾ മരിച്ചു പോകുന്നത് കണ്ടിട്ടും മനുഷ്യർ ലോകത്തിൽ സ്ഥിരമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ജീവിക്കാൻ കാണിക്കുന്ന, പരാക്രമം കാണിക്കുന്ന ആ ഒരു മനുഷ്യരുടെ ആ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതിൽ കൂടുതൽ അത്ഭുതം എന്താണുള്ളതെന്നുള്ള ചോദ്യമാണ്, അത്തരത്തിലുള്ളൊരു മറുപടിയാണ് യുധിഷ്ഠിരൻ യക്ഷന് മുന്നിൽ വച്ചത്. യുധിഷ്ഠിരൻ്റെ ഉത്തരങ്ങൾ കേൾക്കുന്തോറും സന്തുഷ്ടനായി തീർന്ന യക്ഷൻ്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു. എന്താണ് അഹങ്കാരം? ആരാണ് നയവഞ്ചകൻ? അറിവില്ലായ്മയാണ് അഹങ്കാരമെന്നും നല്ലവനെന്ന് നടിക്കുന്നവനാണ് നയവഞ്ചകനെന്നുള്ള ഉത്തരം യുധിഷ്ഠിരൻ നൽകി. യക്ഷൻ ചോദിച്ച അടുത്ത ചോദ്യങ്ങൾ ഇതായിരുന്നു. പ്രിയം പറയുന്നവൻ എന്ത് നേടും? ധർമ്മനിരതനായി പ്രവർത്തിക്കുന്നവൻ എന്താണ് നേടുക? കരുതലോടെ പ്രവർത്തിക്കുന്നവന് എന്താണ് നേട്ടം ഉണ്ടാവുക? പ്രിയം പറയുന്നവൻ എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുമെന്നും, കരുതലോടെ പ്രവർത്തിക്കുന്നവൻ ജീവിത വിജയം നേടുമെന്നും, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവൻ സ്വർഗത്തിലെത്തുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം നൽകി യുധിഷ്ഠിരൻ. ഏറ്റവും ഒടുവിലായിട്ട് യക്ഷൻ ചോദിച്ച ചോദ്യങ്ങൾ ഇതായിരുന്നു. എന്താണ് അലസതയെന്നും എന്താണ് ശോകത്തിന് കാരണമെന്നും ചോദിച്ച യക്ഷനോട് യുധിഷ്ഠിരൻ പറഞ്ഞ ഉത്തരങ്ങൾ ഇതായിരുന്നു. സ്വന്തം കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കലാണ് അലസത, അറിവില്ലായ്മയാണ് ശോകത്തിന് കാരണം. ഈ ഉത്തരങ്ങളിൽ യക്ഷൻ സംപ്രീതനായി. തൻ്റെ സഹോദരന്മാരിൽ ഒരാളെ ജീവനോടെ തരാമെന്ന് പറഞ്ഞ യക്ഷനോട് യുധിഷ്ഠിരൻ എങ്കിലെൻ്റെ നകുലനെ തരുമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ യക്ഷൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. എന്തേ ഭവാൻ ഭീമനെ വേണ്ടെന്ന് വയ്ക്കുന്നു? ശക്തനായ ഭീമൻ, അതുമല്ലെങ്കിൽ വീരനായ അർജുനൻ, ഇവരെ 2 പേരെയും വേണ്ട എന്ന് വെച്ചിട്ട് അർത്ഥ സഹോദരനായ നകുലനെ ആവശ്യപ്പെടുന്നതിന് കാരണം എന്താണ്? അതിന് മറുപടിയായിട്ട് യുധിഷ്ഠിരൻ ഇതാണ് പറഞ്ഞത്. ഹേ യക്ഷ, ധർമ്മം വിട്ട് ഞാൻ നടക്കുകയില്ല. കുന്തിയുടെ പുത്രനായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാദ്രിയമ്മയുടെ ഒരു പുത്രനെങ്കിലും ജീവനോടെ ഇരിക്കണം. ഈ ഒരു ധർമ്മബോധത്തിൽ, യുധിഷ്ഠിരൻ്റെ ഈ ഒരു ധർമ്മബോധത്തിൽ സംപ്രീതനായിട്ടുള്ള യക്ഷൻ എല്ലാ പാണ്ഡവർക്കും ജീവനേകി. അങ്ങ് ആരാണ്? തത്സ്വരൂപം കാണിച്ചു തരുമെന്ന് യുധിഷ്ഠിരൻ വീണ്ടും അഭ്യർത്ഥിച്ചപ്പോൾ യക്ഷരൂപത്തിൽ നിന്നിരുന്ന യമധർമ്മദേവൻ തൻ്റെ തത്സ്വരൂപം പാണ്ഡവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നിന്ന് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം നൽകിക്കൊണ്ട് അദ്ദേഹം മറന്നു. ഇന്നത്തെ കഥനം നമുക്കിവിടെ അവസാനിപ്പിക്കാം.